ഇത് ടാങ്കുകളുടെയും മിസൈലുകളുടെയും കഥ മാത്രമല്ല, മനുഷ്യന്റെ തീരുമാനങ്ങളുടെ, മറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ, അഹങ്കാരത്തിന്റെ വിലയുടെ കൂടി കഥയാണ്. ഇറാൻ, ഉത്തര കൊറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിക്കപ്പെട്ടു. ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും നാശകാരികളായ ആയുധങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ആരോപണം. ഭീകരവാദികൾക്ക് രാസായുധമോ ആണവായുധമോ നൽകാൻ കഴിവുള്ളയാളാണ് സദ്ദാം എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. ഇറാഖികൾക്ക് യുദ്ധം ജനാധിപത്യത്തിന്റെയോ സുരക്ഷയുടെയോ കഥയല്ല, അതിജീവനത്തിന്റെ കഥയാണ്. ദുർബലമായ അടിത്തറയിൽ നിർമ്മിച്ച യുദ്ധങ്ങൾ വേദനയുടെ പൈതൃകം മാത്രമാണ് ഉണ്ടാക്കുന്നത്. നദികൾക്കിടയിലെ ഈ ഭൂമി ഒരു കാലത്ത് മനുഷ്യ സംസ്കാരത്തിന്റെ തൊട്ടിലായിരുന്നു. മെസൊപ്പൊട്ടേമിയ. എണ്ണമറ്റ സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നതും തകർന്നു പോയതും ഈ മണ്ണിലാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പുരാതന ഭൂമി ഒരു പുതിയ കഥയുടെ വേദിയായി. അഭിലാഷങ്ങളുടെയും വഞ്ചനയുടെയും നാശത്തിന്റെയും ഇരുണ്ട കാലം. ഇതാണ് ഇറാഖ് യുദ്ധത്തിന്റെ കഥ. മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റിമറിച്ച, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച, ഇന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന, മുറിവുകൾ അവശേഷിപ്പിച്ച ഒരു യുദ്ധം. എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇറാഖ് യുദ്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2003 മാത്രമല്ല, അതിനു മുൻപുള്ള ഒരു ലോകത്തേക്ക് കൂടി തിരിഞ്ഞു നോക്കേണ്ടി വരും. അധികാരത്തിന്റെയും ഭയത്തിന്റെയും ആശയങ്ങളുടെയും ഒഴുക്കിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരും. ഇത് ടാങ്കുകളുടെയും മിസൈലുകളുടെയും കഥ മാത്രമല്ല, മനുഷ്യന്റെ തീരുമാനങ്ങളുടെ, മറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ, അഹങ്കാരത്തിന്റെ വിലയുടെ കൂടി കഥയാണ്. 2001 സെപ്റ്റംബർ 11 ലോകം മാറിമറിഞ്ഞ ഒരു ദിനം. 19 അൽഖ്വയ്ദ തീവ്രവാദികൾ ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ മണ്ണിൽ ഭീകരത വിതച്ചു. ഏകദേശം 3000 ജീവനുകൾ പൊലിഞ്ഞു. ഒരു ജനതയുടെ അജയ്യതയുടെ ബോധം തകർന്നു. പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഭീകരവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ അവർ തിരഞ്ഞെടുത്ത പാത അഫ്ഗാനിസ്ഥാന്റെ ഗുഹകളിലേക്ക് മാത്രമല്ല, ബാഗ്ദാദിന്റെ പുരാതന വീതിയിലേക്കും അവർ കടന്നു കയറി. 2002 സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗത്തിൽ ബുഷ് ഒരു വാക്ക് ഉപയോഗിച്ചു: ആക്സിസ് ഓഫ് ഇവിൾ. ഇറാൻ, ഉത്തര കൊറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിക്കപ്പെട്ടു. ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും നാശകാരികളായ ആയുധങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ആരോപണം. സദ്ദാം ഹുസൈന്റെ ഇറാഖ് അമേരിക്കയുടെ പുതിയ യുദ്ധോത്സുകതയുടെ കേന്ദ്രബിന്ദുവായി. എന്തുകൊണ്ടാണ് ഇറാഖ് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. അമേരിക്കയിലെ ഭീകരാക്രമണം ഇറാഖുമായി യാതൊരു ബന്ധവും തെളിയിക്കപ്പെട്ടിരുന്നില്ല. സദ്ദാം ഹുസൈൻ ഒരു അപരിചിതനായിരുന്നില്ല. 1979 അധികാരത്തിലേറിയ ഈ സ്വേച്ഛാധിപതി ഭയത്തിന്റെയും ക്രൂരതയുടെയും ഭരണമാണ് കാഴ്ചവെച്ചത്. 1980 ഇറാനെ ആക്രമിച്ച് 8 വർഷത്തെ യുദ്ധത്തിന് ഇദ്ദേഹം തുടക്കമിട്ടു. 1 ദശലക്ഷത്തിലേറെ ജീവനുകൾ പൊലിഞ്ഞു. 1988 ഹജ്ലഗയിൽ കുർദുകൾക്കെതിരെ രാസായുധങ്ങൾ പ്രയോഗിച്ചത് ലോകത്തെ ഞെട്ടിച്ചു. 1990 കുവൈത്ത് ആക്രമിച്ചത് ഗൾഫ് യുദ്ധത്തിന് വഴിയൊരുക്കി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖ് സൈന്യത്തെ പിന്തിരിപ്പിച്ചു. 2001 സദ്ദാം പുറന്തള്ളപ്പെട്ടവനായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങളാൽ ഇറാഖ് ദുർബലമായിരുന്നു. ജനത ദാരിദ്ര്യം കൊണ്ടും ആഭ്യന്തര അന്താരാഷ്ട്ര യുദ്ധങ്ങളാലും ആക്രമണങ്ങളാലും കഷ്ടപ്പെട്ടിരുന്നു. ഗൾഫ് യുദ്ധത്തിന് ശേഷം UN കർശനമായ ഉപരോധങ്ങളും ആയുധ പരിശോധനകളും ഏർപ്പെടുത്തി. ഇറാഖിന്റെ ആണവ രാസ ജൈവായുധങ്ങൾ പദ്ധതികൾ ഇല്ലാതാക്കാൻ 1990കളുടെ അവസാനത്തോടെ ഹാൻസ് ബ്ലിക്സിന്റെ നേതൃത്വത്തിലുള്ള UN ഇൻസ്പെക്ടർമാർ ഇറാഖിന്റെ ആയുധ പദ്ധതികൾ ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടും സംശയങ്ങൾ നിലനിന്നു. 1998 സദ്ദാം ഇൻസ്പെക്ടർമാരെ പുറത്താക്കി. ആ നടപടി ആശങ്കകൾ വർദ്ധിപ്പിച്ചു. അവിടെ എന്തോ മറക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിച്ചു. ഇറാഖ് യുദ്ധത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയവർ പ്രത്യക്ഷപ്പെട്ടു. ബുഷിന്റെ നേതൃത്വത്തിൽ നിയോ കൺസർവേറ്റീവുകളുടെ പിന്തുണയോടെ ഒരു പുതിയ കഥ മുന്നോട്ട് വെച്ചു. സദ്ദാം തന്റെ നാശകാരിയായ ആയുധങ്ങൾ വീണ്ടും നിർമ്മിക്കുന്നു. ഭീകരവാദികൾക്ക് രാസായുധമോ ആണവായുധമോ നൽകാൻ കഴിവുള്ളയാളാണ് സദ്ദാം എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. UN സ്റ്റേറ്റ് സെക്രട്ടറി കോളിൻ പവൽ തെളിവുകൾ അവതരിപ്പിച്ചു. രാസായുധ സൈറ്റുകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ, പിടിച്ചെടുത്ത സംഭാഷണങ്ങൾ, ആന്ത്രാക്സിനെ പ്രതിനിധീകരിക്കുന്ന ആ വിഖ്യാതമായ വൈറ്റ് പൗഡർ വയൽ. ഒരു വെള്ള പൗഡറിന്റെ കുപ്പിയുമായി UN US സ്റ്റേറ്റ് സെക്രട്ടറി ഒരു ഗംഭീര തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രസംഗം നടത്തി. ഇറാഖിൽ നിന്നും കൊണ്ടുവന്ന രാസായുധങ്ങളുടെ സാമ്പിൾ എന്ന് പറഞ്ഞ് ആ വെളുത്ത പൊടിയുടെ കുപ്പി ഉയർത്തി കാണിച്ചു. ആ കുപ്പിയിൽ എന്താണെന്ന് ആരും തന്നെ ചോദിച്ചില്ല. ആ പ്രസംഗം ഇറാഖ് യുദ്ധത്തിന് വേണ്ടിയുള്ള നിലമുരുകലായിരുന്നു. പക്ഷേ തെളിവുകൾ ദുർബലമായിരുന്നു. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവ, എതിർപ്പുകളൊക്കെ അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ ആ തെളിവുകൾ ഒരു കെട്ടുകഥയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ UN പ്രസംഗത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമെന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചു. ലോകം ഭിന്നിക്കപ്പെട്ടു. ടോണി ബ്ലെയറിന്റെ UK അമേരിക്കയോടൊപ്പം കോalition ഓഫ് ദ വില്ലിങ്സ് രൂപീകരിച്ചു. ഫ്രാൻസ്, ജർമ്മനി, റഷ്യ എന്നിവർ സൈനിക നടപടികൾക്കെതിരെ കൂടുതൽ പരിശോധനകൾ ആവശ്യപ്പെട്ടു. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധിച്ചു. പക്ഷേ അവരുടെ ശബ്ദങ്ങൾ യുദ്ധത്തിന്റെ മാർച്ചിനിടയിൽ മങ്ങിപ്പോയി. 2003 മാർച്ച് 17 ബുഷ് ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചു. സദ്ദാമും അവന്റെ പുത്രന്മാരും 48 മണിക്കൂറിനുള്ളിൽ ഇറാഖ് വിടണം, അല്ലെങ്കിൽ ആക്രമണം നേരിടണം. 2003 മാർച്ച് 20 ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ആരംഭിച്ചു. ഷോക്ക് ആൻഡ് അവേ എന്ന് അവർ അതിനെ വിളിച്ചു. മിസൈലുകളുടെയും ബോംബുകളുടെയും അനന്തമായ മഴ ബാഗ്ദാദിനുമേൽ പെയ്തിറങ്ങി. ലോകം CNN തത്സമയ സംപ്രേഷണത്തിലൂടെ ഞെട്ടലോടെ ഇതൊക്കെ കണ്ടു. എന്നാൽ ഇറാഖികൾക്ക് ഇതൊരു കാഴ്ചയല്ല, ഒരു ദുസ്വപ്നമായിരുന്നു. ഒരു ജനത ഭയത്തിന്റെ ഇരട്ടിൽ വിറങ്ങലിച്ചു നിന്നു. ആ പുരാതന നഗരം ആധുനിക യുദ്ധത്തിന്റെ ഭാരത്തിൽ വിറച്ചുകൊണ്ടിരുന്നു. ആക്രമണം വേഗതയേറിയതായിരുന്നു.
1.5 ലക്ഷത്തിലേറെ സൈനികരുമായി അമേരിക്കയും സഖ്യസേനയും ഇറാഖിന്റെ ദുർബലമായ സൈന്യത്തെ തകർത്തു. ഏപ്രിൽ 9 ബാഗ്ദാദ് വീണു. ഫിർദോസ് ചത്തുരത്തിൽ സദ്ദാമിന്റെ പ്രതിമ തകർന്നു വീഴുന്ന ദൃശ്യം ലോകം മുഴുവൻ കണ്ടു. ഇറാഖികളിൽ ചിലർ ആഹ്ലാദിച്ചു, ചിലർ കൊള്ളയടിച്ചു, മറ്റു ചിലർ കരഞ്ഞു. ഭരണം തകർന്നു, സദ്ദാം ഒളിവിൽ പോയി. ഇറാഖ് അരാജകത്വത്തിലേക്ക് വീണു. അമേരിക്കയുടെ തീരുമാനം ഇറാഖി സൈന്യം പിരിച്ചുവിടുക, ബാത്ത് പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറന്തള്ളുക എന്നതായിരുന്നു. ലക്ഷക്കണക്കിന് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പരിശീലനം ലഭിച്ച സൈനികരും ഉദ്യോഗസ്ഥരും വിമതരായി. അവസരം മുതലാക്കി അൽഖ്വയ്ദ ഇറാഖിൽ ഉയർന്നു വന്നു. അവർ US സൈന്യത്തെയും ഇറാഖി ജനങ്ങളെയും ഒരുപോലെ ആക്രമിച്ചു. സുന്നി ഷിയ വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. പതിറ്റാണ്ടുകളായി അടക്കിവെക്കപ്പെട്ട വൈര്യം തീയായി പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധത്തിന്റെ കേന്ദ്രഹേതുവായ രാസായുധങ്ങളുടെ തിരിച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. 2004 ഇറാഖ് സർവേ ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തു, സദ്ദാമിന്റെ ആയുധ പദ്ധതികൾ വർഷങ്ങളായി നിർജ്ജീവമായിരുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം വളച്ചൊടിക്കപ്പെട്ടവയായിരുന്നു. ലോകം ചോദിച്ചു, ഈ യുദ്ധം രാസായുധങ്ങൾക്ക് വേണ്ടിയോ അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾക്കോ? ലോകത്തിലെ 5ാമത്തെ വലിയ എണ്ണശേഖരമുള്ള ഇറാഖ് അമേരിക്കയ്ക്ക് ഒരു സമ്മാനമായിരുന്നു. ഹാലിബട്ടം പോലുള്ള കമ്പനികൾക്ക് കരാറുകൾ ലഭിച്ചു. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഒരു താവളം തേടി, ഇറാനെതിരെ പോരാട്ടത്തിൽ പറ്റിയ ഒരിടം. പക്ഷേ അതിന് കൊടുക്കേണ്ടിയിരുന്ന വില എന്തായിരുന്നു? 4000-ലേറെ US സൈനികർ, ലക്ഷക്കണക്കിന് ഇറാഖി ജനങ്ങളുടെ ജീവൻ, $2 ട്രില്യൺ. എന്നിട്ടും അവകാശപ്പെടാൻ ഒരു വ്യക്തമായ വിജയവും ഉണ്ടായില്ല. കൂട്ടിയിട്ട് നായകളെപ്പോലെ കെട്ടിയിട്ട് തടവുകാരെ മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. അമേരിക്ക ഇതൊറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചിത്രങ്ങൾ വിമതർക്ക് ആയുധമായി. അമേരിക്ക വിരുദ്ധ വികാരം വളർത്തി. വർഗീയ യുദ്ധം തീവ്രമായി. ബാഗ്ദാദിൽ ഡെത്ത് സ്ക്വാഡുകൾ അലിഞ്ഞു. എതിരാളികളെ വേട്ടയാടി. തെരുവുകൾ യുദ്ധക്കളമായി. ഇറാഖ് ചെക്ക് പോസ്റ്റുകളും ബോംബുകളുടെയും ഭയത്താൽ ജീവിച്ചു. ഇറാഖികൾക്ക് യുദ്ധം ജനാധിപത്യത്തിൻ്റെയോ സുരക്ഷയുടെയോ കഥയല്ല, അതിജീവനത്തിൻ്റെ കഥയാണ്. മാർക്കറ്റുകൾ മരണക്കളങ്ങളായി, സ്കൂളുകൾ ശൂന്യമായി, കുടുംബങ്ങൾ പലായനം ചെയ്തു. 2006 2 ദശലക്ഷം ഇറാഖികൾ അഭയാർത്ഥികളായി. 2 ദശലക്ഷം പേർ രാജ്യത്തിനുള്ളിൽ തന്നെ അനാഥരായി. 2007 അമേരിക്ക 20,000 സൈനികരെ സർജ് ചെയ്തു. അമേരിക്ക ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിച്ചു. വോട്ടെടുപ്പുകൾ, ഭരണഘടന. പക്ഷേ പ്രധാനമന്ത്രി നൂറി അൽ മലികിയുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടു. അഴിമതി, വർഗീയത, ഷിയാധിപത്യം, സുന്നി ഒറ്റപ്പെടൽ, കുർദ് സ്വയംഭരണം, ഏകീകൃത ജനാധിപത്യ ഇറാഖിന്റെ സ്വപ്നം ദൂരെ മങ്ങി നിന്നു. സദ്ദാമിന്റെ അറസ്റ്റ് ഒരു വിജയമായി കണക്കാക്കപ്പെട്ടു. ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന സദ്ദാമിനെ 2003 ഡിസംബറിൽ പിടികൂടി. മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിചാരണ നേരിട്ട അയാൾ 2006 ഡിസംബർ 30 തൂക്കിലേറ്റപ്പെട്ടു. ഒരു മൊബൈൽ ഫോൺ വീഡിയോയിൽ അവന്റെ മരണം പകർത്തപ്പെട്ടു. ചില ഇറാഖികൾക്ക് അത് നീതിയായിരുന്നു, മറ്റുള്ളവർക്ക് അത് നേരെ മറിച്ചും. ഇറാഖ് തന്നെ സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടു. വർഗീയ വേർതിരിവിലൂടെ മനുഷ്യൻ തെരുവിൽ വേട്ടയാടപ്പെട്ടു. ഇതാണ് സത്യത്തിൽ ഇറാഖികൾക്ക് കിട്ടിയ നീതി. 2011 പ്രസിഡന്റ് ബരാക് ഒബാമ US സൈന്യത്തിന് പിൻവലിക്കൽ പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇറാഖ് സുസ്ഥിരമല്ലായിരുന്നു. ശൂന്യതയിൽ പുതിയ ഭീഷണി മുഴങ്ങി. ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ISIS അൽഖ്വയ്ദയുടെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. 2014 മൂസൂൽ പിടിച്ചെടുത്ത് ഒരു കാലിഫേറ്റ് പ്രഖ്യാപിച്ചു. യുദ്ധത്തിന്റെ പൈതൃകം സ്വാതന്ത്ര്യമല്ല, വിഘടനമായിരുന്നു. ISISന്റെ ഉയർച്ച ഇറാഖ് യുദ്ധത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു. പിരിച്ചുവിട്ട ഇറാഖി സൈന്യം, വർഗീയ നയങ്ങൾ, നിയന്ത്രണമില്ലാത്ത അരാജകത്വം, ഇവയെല്ലാം അതിനെ വളർത്തി. അമേരിക്ക തിരിച്ചെത്തി, വ്യോമാക്രമണങ്ങൾ നടത്തി, ഇറാഖ് സൈന്യത്തെ സഹായിച്ചു. പ്രഥമ ദൃഷ്ടിയാൽ 2017 ISIS പരാജയപ്പെട്ടു. പക്ഷേ ഇറാഖ് മുറിവേറ്റ് തന്നെ കിടന്നു. മൂസൂൾ പോലുള്ള നഗരങ്ങൾ തകർന്നു. വർഗീയ മുറിവുകൾ വീണ്ടും ഉണങ്ങാതെ തന്നെ കിടന്നു. ഇന്ന് ഇറാഖ് ഒരു വഴിത്തിരിവിൽ നിൽക്കുന്നു. ജനങ്ങൾ അഭിമാനത്തോടെ പുനർനിർമ്മാണത്തിനായി പരിശ്രമിക്കുന്നു. പക്ഷേ യുദ്ധത്തിന്റെ നിഴൽ നീണ്ടു നിൽക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്താൽ അസ്ഥിരമായി. ഇറാന്റെ സ്വാധീനം, സിറിയയിലെ ആഭ്യന്തര യുദ്ധം, ഇപ്പോൾ ഇസ്രയേലിനും ഇറാനും ഇടയിൽ നടക്കുന്ന പുതിയ പിരിമുറുക്കങ്ങൾ, അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ വാഗ്ദാനങ്ങൾ അരാജകത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെയും മടങ്ങിപ്പോയി. ഇറാഖ് യുദ്ധം ഒരു ഭീഷണിയെ ഇല്ലാതാക്കാനും സ്വാതന്ത്ര്യം കൊണ്ടുവരാനും ഒരു പ്രദേശത്തെ പുനർനിർമ്മിക്കാനുമുള്ള ഒരു ദൗത്യമായി വിറ്റഴിക്കപ്പെട്ടു. പക്ഷേ ചരിത്രം ഒരു കഠിനമായ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ദുർബലമായ അടിത്തറയിൽ നിർമ്മിച്ച യുദ്ധങ്ങൾ വേദനയുടെ പൈതൃകം മാത്രമാണ് ഉണ്ടാക്കുന്നത്. രാസായുധത്തിൻ്റെയോ ആണവായുധത്തിൻ്റെയോ തെളിവുകൾ കണ്ടെത്താനായില്ല. സുസ്ഥിരമായ ജനാധിപത്യം ഉണ്ടായില്ല. പകരം യുദ്ധം അക്രമത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒരു ചക്രം ജനിപ്പിച്ചു. ലക്ഷക്കണക്കിന് ജീവനുകൾ, $2 ട്രില്യണോളം. അമേരിക്ക അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായി നടത്തിയ ഈ യുദ്ധം എങ്ങനെ അവസാനിച്ചു? ഇറാഖികൾക്ക് വേദനയും നഷ്ടങ്ങളും മാത്രമായിരുന്നു ഫലം. മിഡിൽ ഈസ്റ്റിൽ പുതിയ സംഘർഷങ്ങൾ ഉയർന്നു വരുന്ന ഇന്ന് ഇറാഖിനെ ഓർക്കാം. ഒരു യുദ്ധമായല്ല, ഒരു മുന്നറിയിപ്പായി. നമ്മൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ തലമുറകൾക്കായി ലോകം രൂപപ്പെടുത്തുന്നു. നമ്മുടെ അടുത്ത അധ്യായം എന്തായിരിക്കുമെന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കാതിരിക്കുക.